5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷത്തിന് അയവ് വരുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കരയിലെയും കടലിലെയും ആകാശത്തിലെയും വെടി വയ്ക്കലുകൾ അല്ലെങ്കിൽ വെടി ഉതിർക്കുന്നത് നിർത്തിവെക്കാൻ ധാരണയായി എന്നാണ് അറിയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും താൽക്കാലികമായി വെടി നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ 12-ാം തീയതി ഇന്ത്യയിൽ ചേരുന്ന സേനാനായകന്മാരുടെയും പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യോഗത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും തുടർ പരിപാടികൾ ആലോചിക്കുകയും ചെയ്യുമെന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്. എന്തായാലും യുദ്ധത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് പോകുമെന്നും അതിഭീകരമായ ഇന്ത്യ പാകി യുദ്ധമുണ്ടാകുമെന്നും ഒക്കെ വിശ്വസിച്ച് മനപ്പായസമുണ്ടവർക്ക് ഇനി അത് കഴിയില്ല. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക്, സമ്പൂർണമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളത് ഏതർത്ഥത്തിൽ നോക്കിയാലും ആശ്വാസകരമാണ്. ഒരു യുദ്ധവും സന്തോഷം കൊണ്ട് അവസാനിച്ചിട്ടില്ല. രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള സമയമാണ് സമാധാനത്തിൻ്റെതെന്ന് പറയാറുണ്ട്. ഒന്നാം ലോകമഹായുദ്ധകാലം മുതൽ 2-ാം ലോകമഹായുദ്ധത്തിലും എല്ലാ യുദ്ധങ്ങളിലും നഷ്ടം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തലമുറകൾക്കുണ്ടാകും, കുഞ്ഞുങ്ങൾക്കുണ്ടാകും, സ്ത്രീകൾക്കുണ്ടാകും. എല്ലാവർക്കും ദുഃഖവും സങ്കടവും പ്രയാസവും വേദനയും തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും യുദ്ധങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും യുദ്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല, ഒരു യുദ്ധവും ആരും ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഭീകരവാദവും മതതീവ്രവാദവും മതഭീകരവാദവും ഒക്കെ രാജ്യത്ത് വന്ന് രാജ്യത്തിലെ ഒരു വിഭാഗം ആളുകളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊന്ന് ബാക്കിയുള്ള മതവിഭാഗങ്ങളെ ഇളക്കിവിട്ട് രാജ്യത്ത് കലാപമുണ്ടാക്കി ആ കലാപത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് വിചാരിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ ലോകത്താകെയുണ്ട്. അതിനെ തുരത്തിയേ കഴിയൂ, ഇല്ലായ്മ ചെയ്തേ കഴിയൂ. എന്തായാലും വാർത്താ മാധ്യമങ്ങളുടെ വിശദാംശങ്ങൾ അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയായി വരുന്നു. ഇനിയിപ്പോൾ അത് കരാറിലേക്ക് പോകുമോ, എന്താണ് അങ്ങനെ കരാറിലേക്ക് പോകുമെങ്കിൽ എന്തൊക്കെ ഉപാധികളാണ് ഉണ്ടാവുക, മാത്രമല്ല എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക എന്നതുമൊക്കെ നമുക്കിനി വരാനിരിക്കുന്നുള്ള അറിയാനുള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ ആണവ യുദ്ധമുണ്ട്, ആണവ വസ്തുക്കളുണ്ട്, ആണവായുധമുണ്ട്, ഇപ്പം ഞങ്ങൾ ഇന്ത്യയെ റെഡിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇന്ത്യ വളരെ സധൈര്യം മുന്നോട്ട് പോവുകയും റഷ്യയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചും അതുപോലെ വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യം ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതി അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നിരവധി യുദ്ധോപകരണങ്ങളും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും ഒക്കെ ഈ തിരിച്ചടിയിൽ ഇന്ത്യ ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ വലിയ സജ്ജമായ, അപ്പോൾ ഇന്ത്യ സജ്ജമായിരുന്നത് ഒരു പക്ഷേ നന്നായിരുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ 400-ഓളം ഡ്രോണുകൾ ഇന്ത്യയിലെ 10-12 നഗരങ്ങളിൽ പാകിസ്ഥാൻ വിക്ഷേപിച്ചപ്പോൾ നമുക്ക് വലിയ ആൾനാശവും അസറ്റിന്റെ നാശവും ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതെന്തായാലും അതെല്ലാം ഒഴിവായി. വളരെ നാമമാത്രമായ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ആളുകളുടെ ജീവൻ മാത്രമേ നമുക്ക് നേരിട്ട് ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ പോയിട്ടുള്ളൂ. മാത്രമല്ല പാകിസ്ഥാന്റെ പല പട്ടണങ്ങൾ, ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ പട്ടണങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങി ധാരാളം സ്ഥലങ്ങളെ വിറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അവരുടെ പാകിസ്ഥാൻ അകത്തുള്ള തന്നെ 5ഓളം ഭീകര കേന്ദ്രങ്ങളെ നിഷ്കാസനം ചെയ്യാൻ കഴിഞ്ഞു. പാക് അധീനമായിട്ടുള്ള കാശ്മീരിലെയും പഞ്ചാബിലെയും 4 കേന്ദ്രങ്ങളെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞു. പല ഭീകരന്മാരെയും വധിക്കാൻ കഴിഞ്ഞു. എന്ത് തന്നെയായിരുന്നാലും ഭാരതം വലിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഇനിയെങ്കിലും പാകിസ്ഥാൻ പാഠം പഠിച്ചെങ്കിൽ നന്നായി. അവിടെ അകത്താണെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തർക്കങ്ങൾ നടക്കുന്നു, അവർ കൊറ്റ പ്രദേശം അവർ പിടിച്ചെടുക്കുന്നു, അങ്ങനത്തെ വലിയ ആഭ്യന്തര കലാപം നടക്കുന്നു. മറുവശത്ത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, സിന്ധു നദിയിലെ ജലം കിട്ടാത്ത സാഹചര്യം, ഭക്ഷ്യധാന്യങ്ങൾ 30 രൂപയിൽ കിടന്ന അരി 300 രൂപയാകുന്ന സാഹചര്യം, മറ്റ് എല്ലാ വസ്തുക്കൾക്കും വില കൂടുന്ന അവസ്ഥ. അപ്പോൾ പാകിസ്ഥാൻ എന്തായാലും തിരിച്ച് ഇതെല്ലാം ഗൗരവമായി ചിന്തിച്ച് സമാധാനത്തിന്റെ വഴിയിലേക്ക്, ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഇമ്രാൻഖാനെ മോചിപ്പിക്കുവാനുള്ള സമരങ്ങൾ നടക്കുന്നു. പാർലമെന്റിൽ തന്നെ 2 എംപിമാർ, പാകിസ്ഥാൻ പാർലമെന്റിൽ 2 എംപിമാർ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സേനാനായകനെ കാണാനില്ല, ഒളിവിലേക്ക് പോകുന്നു, പ്രധാനമന്ത്രി ഒളിവിലേക്ക് പോകുന്നു. വളരെയധികം ഒരു രാജ്യം എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ തെമ്മാടിത്തരവും ചെയ്യുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ മാറി. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷത്തിൽ അധികം സമയമാകുന്നു പാകിസ്ഥാൻ ഇനിയെങ്കിലും ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ലോകരാജ്യങ്ങൾ, IMF പോലുള്ള, ഐക്യരാഷ്ട്രസഭ പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പോൾ മുൻകൈ എടുത്തു എന്നല്ലേ പറയുന്നത്. നമ്മൾ ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടതാണ്. മതത്തിന്റെയും ഭീകരവാദത്തിന്റെയും മത തീവ്രവാദത്തിന്റെ പേരിൽ
ഭാരതം പോലുള്ള രാജ്യത്തെ ആക്രമിക്കുന്നതിൽ എത്ര കണ്ട് യുക്തിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാശ്മീരൊന്നും ഒരു കാരണവശാലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ കിട്ടാത്ത ഒരു വസ്തുവിന് വേണ്ടി, കിട്ടാത്തൊരു പ്രദേശത്തിന് വേണ്ടി വല്ലാതെ ഭീകരന്മാരെയും ഭീകരവാദികളെയും തീവ്രവാദികളെയും മതഭീകരവാദികളെയും മത തീവ്രവാദികളെയും ഇളക്കിവിട്ട് രാജ്യത്തും അയൽ രാജ്യത്തും കലാപമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് അർത്ഥശൂന്യമാണ്. എന്തായാലും യുദ്ധമുണ്ടാകുമെന്ന് ആഘോഷിച്ച ചില മാധ്യമങ്ങളെങ്കിലുമുണ്ട്, സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകളുമുണ്ട്, റീച്ച് കൂട്ടാനും വാർ റൂമൊക്കെ തുറന്നവരുണ്ട്. എല്ലാ വാർ റൂമുകളൊക്കെ അടച്ച് സമാധാനത്തിന്റെ പ്രാവുകൾ പറക്കട്ടെ. എന്തായാലും ഈ രാജ്യത്തിലെയും പാകിസ്ഥാനിലെയും എല്ലാ രാജ്യത്തിലെയും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. വളരെയധികം രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും എല്ലാ തരത്തിലും നാം പ്രേരിപ്പിക്കപ്പെട്ട ഒരു തിരിച്ചടിയിലേക്കാണ് ഇപ്പോൾ പോയത്. ഇത്തരം പ്രേരണകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് സമാധാനത്തിന്റെ മേഖലയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാം.